സർക്കാരിന്റെ കാരുണ്യ സുകൃതം ഉൾപ്പെടെയുള്ള സൗജന്യ ചികിത്സാ പദ്ധതികളിലായി 900 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഇപ്പോഴുള്ളത്. കാരുണ്യ ഫണ്ടിൽ നിന്ന് ആശുപത്രികൾക്ക് കഴിഞ്ഞ മാസം വരെ നൽകാനുള്ളത് 845 കോടി രൂപയാണ്. സുകൃതം ചികിത്സാ പദ്ധതിയുടെ കുടിശ്ശിക തുക 20 കോടി രൂപ വരെയായി. ഫണ്ടിൽ എന്ന സാഹചര്യം കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. ചികിത്സാ പദ്ധതികൾ ഏകോപിപ്പിക്കാതെ വഴിയില്ലെന്ന ധനമന്ത്രിയുടെ നിലപാടും പദ്ധതികൾ നിർത്തലാക്കിയേക്കുമെന്ന സൂചന ശക്തമാക്കി. കെ.എം. മാണി ധനമന്ത്രിയായിരിക്കെ ആരംഭിച്ച കാരുണ്യ ഭായിക്കുറി ലോട്ടറിയിലെ ലാഭം ഉപയോഗിച്ച നിരാലംബ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതായിരുന്നു കാരുണ്യ പദ്ധതി. APL, BPL വ്യത്യാസമില്ലാതെ 3 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കായിരുന്നു സൗജന്യ ചികിത്സ. ക്യാൻസർ, ഹൃദ്രോഗം ഉൾപ്പെടെ ഏറെ പണച്ചിലവുള്ള രോഗങ്ങൾക്ക് കാരുണ്യ ഫണ്ട് അനുവദിച്ചിരുന്നു. ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും എസ്റ്റിമേറ്റും ലഭ്യമാക്കിയാൽ മറ്റ് നൂലാമാലകളില്ലാതെ ആശുപത്രികൾക്ക് ഫണ്ട് അനുവദിക്കുന്ന പദ്ധതി ഏറെ പ്രശംസയും നേടിയിരുന്നു. അതേസമയം കാരുണ്യ പദ്ധതി ഉടൻ നിർത്തലാക്കില്ലെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏകോപിപ്പിച്ച സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നതെന്നും വകുപ്പ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.